ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആലുവയിലുള്ള ട്രൈബ് ഫാമിലി സലൂണിലാണ്. അപ്പോൾ ഇവരുടെ ഒരുപാട് ഓഫേഴ്സും ഇവരുടെ വീഡിയോസും ഒക്കെ തന്നെ റീൽസായിട്ടും ഒക്കെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മാർക്കറ്റ് റോഡിൽ മാക്സിൻ്റെ ബിൽഡിങ്ങിൽ തേർഡ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ സത്യം പറയാലോ ഒരു കിടിലം ആംബിയൻസ് തന്നെയായിരുന്നു. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു സലൂണിൽ ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന പോലൊരു ഫീലാണ് നമുക്ക്. അത്രയും കിടിലം ഇൻറ്റീരിയേഴ്സ് ആയാലും ഭയങ്കര അട്രാക്റ്റീവാണ്, നല്ല പ്ലസൻ്റാണ്. അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആയാലും ഭയങ്കര രസമാണ്. അങ്ങനെ ഞാൻ ഹെയർ കളറിങ്ങിന് വേണ്ടിയിട്ടാണ് ചെന്നത്. എൻ്റെ മൈൻഡിൽ ശരിക്കും ഹൈലൈറ്റ്സ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും അവരുടെ കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഹൈലൈറ്റ്സ് ആണ്, ഞാൻ അല്ലാണ്ട് വേറെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ ജാവേദ് ആയിരുന്നു എനിക്ക് ഓരോ ടൈപ്പ് ഓഫ് ഹെയർ കളേഴ്സിനെ കുറിച്ചും പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടി. അങ്ങനെ ഫൈനലി ഒരു തീരുമാനത്തിലെത്തി, ഹൈലൈറ്റ്സ് ചെയ്യേണ്ട, ബാലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹെയറിൻ്റെ വോളിയം ബേസ് ചെയ്ത് എനിക്ക് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ജസ്റ്റ് ഞാൻ അകത്തേക്കൊന്ന് പോയി അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് സർവീസ് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സലൂൺ കൂടിയാണ്. പിന്നീട് അവിടെ ഷാർട്സ് കോഫിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഞാൻ സലൂൺ ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നമ്മളിവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നേരെ കാണുന്നത് നമ്മുടെ മെട്രോ ആണ്. മെട്രോ ട്രെയിൻ ഓടിപ്പോകുന്ന പാത്ത് വേ ആണ് കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഹെയറിൻ്റെ വോളിയം ഒക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം അവിടെ 2 ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അറ്റ് എ ടൈം. ഒന്ന് എൻ്റെ വ്ലോഗിൻ്റെ ഷൂട്ട്, പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് റീലും എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഹെയറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ റീൽ എടുക്കുമായിരുന്നു. അപ്പോൾ അതും ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ഞാൻ വ്ലോഗിൻ്റെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഒരു റീലും കൂടെ എടുത്തോട്ടെ, അപ്പോൾ അവരുടെ പേജിലും കൂടി ഇടാമല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഷൂട്ട് ഒരു സൈഡിൽ നടക്കുന്നു. വലിയ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ഒക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ സർവീസിലേക്ക് കയറി. ഇദ്ദേഹമാണെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ സർവീസ് കഴിയുന്നത് വരെ കുറേ നേരം ടൈം എടുത്താണ് കേട്ടോ എനിക്ക് സർവീസ് എല്ലാം ചെയ്തത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതിൽ. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത കളേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഒപ്പം തന്നെ അവരെനിക്ക് സജസ്റ്റ് ചെയ്ത കളേഴ്സ് കൂടിയാണ്. ഞാൻ ഒരു കളറല്ല ചെയ്തത്, ഒരു 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ചെയ്തത്. റെഡ്, അതുപോലെ തന്നെ ഒരു ഗോൾഡൻ, അതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ്. ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഭംഗി തോന്നിക്കുന്നത് അത് 3ഉം ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും സപ്പോർട്ടീവായിട്ട് കുറച്ചും കൂടി സ്റ്റാഫുകൾ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ചെയ്യുന്നവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും ഭയങ്കര ക്ഷമ വേണം കേട്ടോ. ഏകദേശം 4-4.5 മണിക്കൂറായിരുന്നു എനിക്ക് സർവീസ് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ചെറിയ പോർഷനായിട്ട് മുടിയെല്ലാം എടുത്തെടുത്ത് ഇങ്ങനെ ഓരോ രീതിയിൽ ആ 3 കളേഴ്സും വരണം, അങ്ങനെ ഓരോ പോർഷൻ എടുത്തെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു കളറിങ് ടെക്നിക്കാണ്. ഇതിൽ ഏകദേശം ഹെയർ ലെങ്തിൻ്റെ മിഡ് പോർഷൻ തൊട്ട് എൻഡ് വരെ കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ നാൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്സ് ആണ് ആ ഫ്രണ്ടിൽ ഒരു ബ്രൗണിഷ് ഷെയ്ഡിൽ കിടക്കുന്നത്. അതിപ്പോഴും പോയിട്ടില്ല. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത കളേഴ്സ് എല്ലാം തന്നെ ഓരോ പോർഷനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഓരോന്നായി അലൂമിനിയം ഫോയിലിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അലൂമിനിയം ഫോയിൽ വയ്ക്കുമ്പോൾ ബാക്കിലേക്ക് ഭയങ്കര ഒരു വെയിറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും തന്നെ അലൂമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിൽ കുറച്ച് ഹെയറിൻ്റെ പോർഷൻ ഉണ്ട്. അലൂമിനിയം ഫോയിൽ വെക്കാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. ദാണ്ട് ഈ പോർഷൻ അവിടെ ഞാൻ പറഞ്ഞതല്ല, പക്ഷെ അവർ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടിയാണ് കൊടുക്കുന്നത്. ഈ ബാക്കിൽ നടക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും ഇതറിയുന്നത്. അങ്ങനെ അതും വെച്ച് എല്ലാം സെറ്റ് ചെയ്തതേ ഇങ്ങനെയായി ലാസ്റ്റ്. ഏകദേശം ഒരു 1.5 കിലോയുടെ അലൂമിനിയം ഫോയിൽ തലയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു 20 തൊട്ട് 25 മിനിറ്റോളം ഇനി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേ പുറത്ത് നല്ല കിടിലം മഴ. അപ്പോൾ ഏകദേശം വെയിറ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. അവരൊന്ന് ചെക്ക് ചെയ്യാണ് എൻ്റെ ഹെയറിൽ കളറായോ സെറ്റായോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വാഷ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജോലിയാണ് കേട്ടോ. ഈ ഓരോ പോർഷനും ഓരോന്നായിട്ട് വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ചെറിയ പോർഷനായിട്ട് മാറ്റി മാറ്റി കണ്ടില്ലേ എൻ്റെ ഹെയറിൽ കളർ ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാനായിട്ടൊന്നുമില്ല. വാഷ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ആ റെഡ് കളർ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. വേറൊരു കളറും തന്നെ നമുക്ക് അപ്പോൾ കാണാൻ പറ്റത്തില്ല കേട്ടോ വിസിബിളി. ശരിക്കും ഇത് പ്രോപ്പർ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇത് കറക്റ്റ് ഉണങ്ങി വരുമ്പോഴാണ് നമുക്ക് ആ കളർ നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടി. ഈ കളർ ശരിക്കും ഞാൻ പറഞ്ഞതായിരുന്നില്ല. ഇത് ആ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത ആ ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ഇതെങ്ങനെ കിടക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അതാണ് ഇതിലേറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് ലാസ്റ്റ് കാണുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ നോർമലി വാഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്തത് ഷാംപൂ വാഷായിരുന്നു. പിന്നെ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ മസാജിൽ ഇരുന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉച്ച സമയമാണ്, ഫുഡൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ നല്ല രസമായിരുന്നു. നല്ല മസാജൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി വാഷെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തല തോർത്താം. ഇതേ കണ്ടില്ലേ, ഈ ടവൽ കണ്ട് ഇങ്ങനെ ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തലയിൽ ഇങ്ങനെ കിരീടമൊക്കെ വെക്കുന്ന കണക്ക് നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പോൾ ചെറുതായിട്ടൊരു പണി കിട്ടി കേട്ടോ. എൻ്റെ തല വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഡ്രസ്സിൽ കുറച്ച് വെള്ളമായി. അങ്ങനെ ലാസ്റ്റ് ഡ്രയർ വെച്ചിട്ട് കുറേ നേരം എൻ്റെ ഡ്രസ്സ് ഉണക്കലായിരുന്നു അവിടെ. അപ്പോൾ ഡ്രസ്സ് ഉണക്കലെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമുക്ക് റിസൾട്ട് കാണാൻ കിടക്കുന്നത് കേട്ടോ. ഡ്രൈ ആയി കിടക്കുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുന്നത്. കണ്ടില്ലേ, അത് ഡ്രൈ ആയി വരുന്നതിനനുസരിച്ചിട്ട് എൻ്റെ ഹെയർ കളേഴ്സും ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി ബ്ലോ ഡ്രൈ ചെയ്തിടാണ്. ബ്ലോ ഡ്രൈ ചെയ്തിട്ടപ്പോൾ അതിൻ്റെ കണ്ടില്ലേ, നന്നായിട്ട് കളേഴ്സ് വിസിബിളി കണ്ട് ഇപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത്. പിന്നീട് ഒരു കേള് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കേൾ ചെയ്തിട്ടു. അത് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടി കേട്ടോ. കളേഴ്സും കൂടി ആയപ്പോഴേക്കും ഹെയർ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു.
ദേ കണ്ടില്ലേ, ഹെയർ നോക്കിക്കേ, ഏതാണ്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന കുഞ്ഞി പാമ്പ് പോലെ ഉണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഈ പുറകിൽ ചെയ്യുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഈ സൈഡിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഞാൻ എന്നെ ഒന്ന് കാണുന്നത് ശരിക്കും. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കേട്ടോ. കാരണം ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ പോർഷൻസിലും പ്രോപ്പറായിട്ട് കേൾ ചെയ്തിട്ടു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കളേഴ്സും കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഷൂട്ടുണ്ട്. നേരത്തെ എടുത്ത റീലിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊന്നും കൂടി കോംബ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല രീതിയിലൊരു വേവി ടെക്സ്ചർ വന്നു ഹെയറിന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ സർവീസ്. അത് ആദ്യം തൊട്ട് അവസാനം വരെ ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്തത് എനിക്ക് കുറേ ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. എനിക്ക് എൻ്റെ ഭംഗി കണ്ടിട്ടും മതിയാവുന്നില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 100% ഞാൻ ഇവരെ റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആലുവയിലുള്ള ട്രൈബ് ഫാമിലി സലൂൺ നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല കിഡിലം സർവീസ് കിട്ടും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.